ഇന്ന് നമുക്ക് കരിമ്പില്ലാത്തൊരു കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കിയാലോ? എന്തൊട്ടി അങ്ങനെ സൂപ്പറാ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കരിമ്പ് ജ്യൂസിൻ്റെ പോലെ ഉണ്ടോ? അടിപൊളിയാ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ അല്ലേ? ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അപ്പോൾ ഈ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കാൻ കുറച്ച് ഐറ്റംസ് മതി കേട്ടോ. ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഒരു 2 നാരങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് പുതിന ഇല, അതേപോലെ തന്നെ ഇഞ്ചി ഒരു പീസ് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ മധുരത്തിന് ശർക്കരയാണ് കേട്ടോ, ശർക്കര പാനിയാക്കിയത്, അതേപോലെ തന്നെ ഐസ് ക്യൂബ്. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഒരു 2 നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക. പിന്നെ അതിലേക്ക് നേരത്തെ പാനിയാക്കി വെച്ച ശർക്കര പാനി എന്ത് ചെയ്യുക, അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അടിച്ചെടുക്കുക. നല്ലോണം അരയണം കേട്ടോ, കാരണം പുതിനേൻ്റെ ഇലയൊക്കെ നല്ല അരഞ്ഞ് അതിൻ്റെ ഫ്ലേവർ ഇങ്ങോട്ട് കിട്ടണം. ഒരു പച്ച കളറിൽ നമ്മുടെ സെയിം കരിമ്പ് ജ്യൂസ് പോലെ തന്നെ ഒരു പച്ച കളറിൽ ഇങ്ങോട്ട് കിട്ടണം. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക. സംഭവം നമ്മുടെ കരിമ്പ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ അരിച്ചെടുത്ത കരിമ്പ് ജ്യൂസ് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക, ഒഴിക്കുക. ഒരു ഭംഗിക്ക് വേണ്ടി ഒരു 2 പുതിനേൻ്റെ ഇലയും കൂടെ എന്ത് ചെയ്യുക, ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.